ദ്രോണ കോച്ചിങ് 2026 സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ RBCയെ കുറിച്ചാണ് പഠിച്ചത്. ചുവന്ന രക്താണുക്കളെ കുറിച്ചാണ് പഠിച്ചത്. ഈ ക്ലാസ്സിൽ ശ്വേതരക്താണുക്കളെ WBCയെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഇപ്പോൾ ഈ ശ്വേതരക്താണുക്കളുടെ ശാസ്ത്രീയ നാമം ല്യൂക്കോസൈറ്റ്സ് എന്നാണ്. രോഗപ്രതിരോധത്തെ സഹായിക്കുകയാണ് ഇവയുടെ ധർമ്മം. ഇവയുടെ ആയുസ് 7 മുതൽ 14 ദിവസം വരെയാണ്. 1 മില്ലി-ലിറ്റർ രക്തത്തിൽ 5000 മുതൽ 10000 വരെ ശ്വേതരക്താണുക്കൾ കാണപ്പെടുന്നു. എന്തൊക്കെയാ പറഞ്ഞത്? ശ്വേതരക്താണുക്കളുടെ ശാസ്ത്രീയ നാമം ല്യൂക്കോസൈറ്റ്സ് എന്നാണ്. രോഗപ്രതിരോധത്തെ സഹായിക്കുന്നതാണ് ശ്വേതരക്താണുക്കൾ. ഇവയുടെ ആയുസ് 7 മുതൽ 14 ദിവസം വരെയാണ്. 1 മില്ലി-ലിറ്റർ രക്തത്തിൽ 5000 മുതൽ 10000 വരെ ശ്വേതരക്താണുക്കൾ കാണപ്പെടുന്നു. ഇനി ശ്വേതരക്താണുക്കളുടെ എണ്ണം 5000-ന് താഴേക്ക് പോയാൽ ഉണ്ടാകുന്ന രോഗമാണ് ലുക്കോപീനിയ. അതുപോലെ 10000-ന് മുകളിലേക്ക് വർദ്ധിച്ചാൽ ഉണ്ടാകുന്ന രോഗമാണ് ലുക്കീമിയ അല്ലെങ്കിൽ രക്താർബുദം എന്ന് പറയുന്നത്. ഇപ്പം 5000-ൽ താഴേക്ക് ശ്വേതരക്താണുക്കളുടെ ഉൽപാദനം കുറഞ്ഞാൽ ലുക്കോപീനിയ എന്ന രോഗവും 10000-ന് മുകളിലേക്ക് അവയുടെ ഉൽപാദനം കൂടിയാൽ ലുക്കീമിയ അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ എന്ന രോഗവും ഉണ്ടാകുന്നു. ഇനി ശ്വേതരക്താണുക്കൾ പലതരമുണ്ട്. മോണോസൈറ്റ്, ലിംഫോസൈറ്റ്, ന്യൂട്രോഫിൽ, ഈസിനോഫിൽ, ബേസോഫിൽ എന്നിവയാണ് അവ. ഇതിൽ ഏറ്റവും വലിയ ശ്വേതരക്താണുക്കളാണ് മോണോസൈറ്റുകൾ. ഇവ ഫാഗോസൈറ്റുകളായി പ്രവർത്തിക്കാറുണ്ട്. ഫാഗോസൈറ്റ് എന്ന് പറഞ്ഞാൽ രോഗാണുക്കളെ വിഴുങ്ങുന്ന കോശങ്ങളെയാണ് ഫാഗോസൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ മോണോസൈറ്റ് ഫാഗോസൈറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ ന്യൂട്രോഫിലും ഫാഗോസൈറ്റ് ആയിട്ട് പ്രവർത്തിക്കാറുണ്ട്. എന്നാൽ രോഗപ്രതിരോധത്തെ സഹായിക്കുന്ന ധർമ്മമുള്ള ശ്വേതരക്താണുക്കളാണ് ലിംഫോസൈറ്റ്. ഇപ്പോൾ ലിംഫോസൈറ്റ് രോഗപ്രതിരോധത്തെ സഹായിക്കുന്ന ശ്വേതരക്താണുക്കൾ ആണ്. ഇപ്പോൾ HIV ബാധിക്കുന്നത് ലിംഫോസൈറ്റ്സിനെ ആണ്. ഇനി ബേസോഫിൽ ഹെപ്പാരിൻ കാണപ്പെടുന്ന WBC ആണ്, അല്ലെങ്കിൽ ശ്വേതരക്താണുക്കളാണ് ബേസോഫിൽ എന്ന് പറയുന്നത്. ഹെപ്പാരിൻ, രക്തം കട്ടിപിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന ഹെപ്പാരിൻ കാണപ്പെടുന്നത് ശ്വേതരക്താണുക്കൾ ആണ്. അതായത് ഏത് ശ്വേതരക്താണുവാണ്? ബേസോഫിൽ എന്ന് പറയുന്ന ശ്വേതരക്താണുവിൽ ആണ്. ഇത്രയപ്പോൾ വൈറ്റ് ബ്ലഡ് കോർപ്പസെൽസ് അല്ലെങ്കിൽ WBC ശ്വേതരക്താണുക്കളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പ്ലേറ്റ്ലെറ്റുകളെ കുറിച്ചാണ് പറയാനുള്ളത്. പ്ലേറ്റ്ലെറ്റുകളുടെ ശാസ്ത്രീയ നാമം ത്രോംബോസൈറ്റ്സ് എന്നാണ്. ഇവയുടെ ആയുസ് 7 ദിവസം ആണ്. ഇപ്പോൾ 7 ദിവസം മാത്രമാണ് ഏതിൻ്റെ ആയുസ്? പ്ലേറ്റ്ലെറ്റുകളുടെ ആയുസ്. 1 മില്ലി-ലിറ്റർ രക്തത്തിൽ 2.5 ലക്ഷം മുതൽ 3.5 ലക്ഷം വരെ പ്ലേറ്റ്ലെറ്റുകൾ കാണപ്പെടുന്നു. പ്ലേറ്റ്ലെറ്റുകൾ 2.5 ലക്ഷം മുതൽ 3.5 ലക്ഷം വരെയാണ് 1 മില്ലി-ലിറ്റർ രക്തത്തിൽ കാണപ്പെടുന്നത്. ഈ പ്ലേറ്റ്ലെറ്റുകൾക്ക് നിറമില്ല. അപ്പം നിറമില്ലാത്ത രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റുകൾ. അതുപോലെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റുകൾ. ഇപ്പോൾ പ്ലേറ്റ്ലെറ്റുകളുടെ ശാസ്ത്രീയ നാമം ത്രോംബോസൈറ്റ്സ് എന്നാണ്. ഇവയുടെ ആയുസ് 7 ദിവസം വരെ ആണ്. 1 മില്ലി-ലിറ്റർ രക്തത്തിൽ 2.5 ലക്ഷം മുതൽ 3.5 ലക്ഷം വരെ പ്ലേറ്റ്ലെറ്റുകൾ കാണപ്പെടുന്നു.
നിറമില്ലാത്ത രക്തകോശങ്ങളാണ് പ്ലേറ്റ്ലെറ്റുകൾ. അതുപോലെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റുകൾ. അപ്പോൾ ഇത്രയാണ് പ്ലേറ്റ്ലെറ്റുകളെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ: ശ്വേതരക്താണുക്കളുടെ ശാസ്ത്രീയ നാമം എന്ത്? അത് ചോദിക്കാം. ല്യൂക്കോസൈറ്റ്സ്. ശ്വേതരക്താണുക്കളുടെ എണ്ണം ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം ലുക്കോപീനിയ. അതുപോലെ ക്രമാതീതമായി ഇവയുടെ എണ്ണം വർദ്ധിച്ചാൽ ഉണ്ടാകുന്ന രോഗമേത് എന്ന് ചോദിക്കും. ലുക്കീമിയ അല്ലെങ്കിൽ രക്താർബുദം ആണ്. ഇനി ഏറ്റവും വലിയ ശ്വേതരക്താണു ഏതാണ് എന്ന് ചോദിക്കും. അത് മോണോസൈറ്റ് ആണ്. ലിംഫോസൈറ്റിന്റെ ധർമ്മം എന്താണ് എന്ന് ചോദിക്കും. രോഗപ്രതിരോധത്തെ സഹായിക്കുക എന്നതാണ്. ഇനി ഫാഗോസൈറ്റായി പ്രവർത്തിക്കുന്ന ശ്വേതരക്താണുക്കൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കാം. ഫാഗോസൈറ്റായിട്ട് പ്രവർത്തിക്കുന്നത് മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ്. ഹെപ്പാരിൻ കാണപ്പെടുന്ന ശ്വേതരക്താണു ഏതാണ് എന്ന് ചോദിക്കാം. അത് ബേസോഫിൽ ആണ്. രോഗപ്രതിരോധത്തെ സഹായിക്കുന്ന ശ്വേതരക്താണു ഏതാണെന്ന് ചോദിക്കും. അത് ലിംഫോസൈറ്റ് ആണ്. ഇനി പ്ലേറ്റ്ലെറ്റുകളുടെ ശാസ്ത്രീയ നാമം എന്താണെന്ന് ചോദിക്കും. ത്രോംബോസൈറ്റ്സ് എന്നാണ്. നിറമില്ലാത്ത രക്തകോശം ഏത് എന്ന് ചോദിക്കാം. പ്ലേറ്റ്ലെറ്റുകളാണ്. രക്തം കട്ടിപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റുകൾ. പ്ലേറ്റ്ലെറ്റിന് നിറം ഇല്ല, അതും ചോദിക്കാം. പ്ലേറ്റ്ലെറ്റുകളുടെ ആയുസ് 7 ദിവസം ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.